ഹായ് ഗൈസ്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഹാരി കൊടുങ്കാറ്റിൽ യൂറോപ്പിൽ നല്ല രീതിയിൽ തന്നെ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാൾട്ടയിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതായിരുന്നു കാഴ്ച. ഇത് കണ്ടപാടെ തന്നെ ഫിഷിങ് എന്താണെന്ന് അറിയാത്ത ഞാൻ ഷൂവും കിട്ടി നേരെ ഇറങ്ങി. നേരെ വീട്ടിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നിരുന്ന പിള്ളേരെയും പിടിച്ച് ഡെക്കാത്തലോണിലേക്ക് നേരെ വിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, നമ്മുടെ വണ്ടിയിലുണ്ടായ അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ ഇനി വണ്ടിക്ക് എന്താണ് സംഭവിച്ചത്, വണ്ടിക്ക് എന്താണ് ഉണ്ടായത്, അപ്പോൾ അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലെങ്ങാനും ഞാൻ പഴയ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അപ്പോൾ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ നേരെ ഡെക്കാത്തലോണിലെത്തി. ഡെക്കാത്തലോണിൽ ഇത് വലിയൊരു ഷോപ്പാണ്. ഒരുപാട് സ്പോർട്സിൻ്റെ ഐറ്റംസ് അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ നേരെ അങ്ങനെ ഫിഷിംഗ് സെക്ഷൻ നോക്കി നടക്കുമായിരുന്നു. അവിടെ വലിയ കടയായിരുന്നു. അങ്ങനെ നടന്ന് അവസാനം ഒരു മൂലയ്ക്ക് ഒരു ഫിഷിങ്ങിൻ്റെ സെക്ഷൻ കണ്ടു നമ്മൾ. അപ്പോൾ പല ടൈപ്പ് ഡിഫറെൻറ്റ് വെറൈറ്റീസുള്ള ഫിഷിങ്ങിൻ്റെ ചൂണ്ടകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് ABCD അറിയാത്ത ഞാനായിരുന്നു. അവിടെ കണ്ട ഒരാൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. പുള്ളി അവിടെ തന്നെ ഫിഷ് ചെയ്ത് കാണിച്ചു തന്നു എനിക്ക് എങ്ങനെയൊക്കെയാണ് പരിപാടിയെന്ന്. പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാക്ടീസ് നോക്കുക, അപ്പോൾ സെറ്റാവും എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒരു തേങ്ങ എനിക്കറിയില്ല. അങ്ങനെ ഞാനും ചെറിയ രീതിയിലൊക്കെ അവിടെ തന്നെ ചൂണ്ടയിട്ടൊക്കെ നോക്കി ഇങ്ങനെ വലിച്ചെറിഞ്ഞ് മൊത്തം കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഞാൻ ചെറിയ രീതിയിൽ തന്നെ കണ്ടില്ലേ, ചെറിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെറുതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ നമ്മളവിടെ തന്നെ ചൂണ്ടയിട്ടു. ഇത് കണ്ട് തിരിച്ചു വലിക്കണുണ്ടോ ഞാൻ? ഇതൊന്നും തിരിയണമൊന്നും ഉണ്ടായില്ല. പിന്നെ ആൾ പറഞ്ഞു ആൾ ശരിയാക്കി തരാം. ആൾ തന്നെ എന്നിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു അരമണിക്കൂർ എനിക്ക് ക്ലാസ് എടുത്ത് തന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. പിന്നെ ആൾ എനിക്കിത് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ അതും വാങ്ങിക്കൊണ്ട് നേരെ പോയി. അപ്പോൾ എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ചെക്കൻ ഇങ്ങനെ ബോളും തട്ടി കളിക്കണ്ട. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം ചേർത്ത് ഇങ്ങനെ ബോളൊക്കെ തട്ടി. നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അവിടെ വേറൊരു പുള്ളിനെ കണ്ടു. പുള്ളി എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഫിഷിങ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് പുള്ളി പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ നേരെ തിരിച്ച് വണ്ടി കയറി ഫിഷിങ് സ്പോട്ട് എവിടെയുള്ളതെന്ന് തപ്പി. അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ വീഡിയോയിൽ കണ്ട ആ സ്ഥലത്തെത്തി. അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ പേര് ഫിഷിങ് ചെയ്യണ്ടായി. അങ്ങനെ ഞാൻ പയ്യെ പരിപാടികളൊക്കെ തുടങ്ങി. എന്താ പറയുക, കുറേ നേരം ഏകദേശം ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. കാരണം കൂടെ വേറെ ആൾക്കാരും ഉണ്ട് ഫിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. ആ രീതിയിൽ ഞാനിങ്ങനെ പുതിയ സ്പോട്ടുകൾ ഇങ്ങനെ ഇത്തിരി ദൂരെയുള്ള സ്ഥലത്ത് പോയി അങ്ങനെ ഇട്ടു. ഏകദേശം 3-4 മണിക്കൂർ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. പക്ഷെ ഒരു തേങ്ങ എനിക്ക് കിട്ടിയില്ല. ആ ഭാഗത്തുള്ള ഫിഷുകൾക്കെല്ലാം വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഞാൻ കൊടുത്തു. അവരെല്ലാവരും സന്തോഷമായിട്ട് തിരിച്ചു പോയി. അതാണ് ഉണ്ടായത്. അല്ലാണ്ട് എനിക്കൊരു തേങ്ങ അവിടെ നിന്ന് കിട്ടിയില്ല. ഇതിനെക്കുറിച്ചൊരു പരിപാടി എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗത്തുള്ള എല്ലാവരും നോക്കുമായിരുന്നു. ഞാൻ കുറേ നേരമായിട്ട് ഇവർക്ക് ബ്രെഡും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടൊന്നും കിട്ടണില്ല. എൻ്റെ ഭാഗത്താണെങ്കിൽ നിറച്ച് മീനുണ്ട്, ഒന്നും പിടിക്കണമില്ല. അങ്ങനെ പോയി അവസാനം ഓരോന്നും ഇങ്ങനെ നോക്കി. പിന്നെ ഞാൻ കരുതി വീഡിയോയ്ക്കൊരു ബിൽഡപ്പ് ആവാനായിട്ട് അവസാനം ഒരു മീനൊക്കെ കിട്ടിയെന്നുള്ള രീതി പറയാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ. രാത്രിയായി, ഒരു രക്ഷയില്ല. കുറേ നേരം അവിടെ നിന്ന് നോക്കണം, ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല അവിടെ ഉള്ള ആൾക്കാരെല്ലാം പോവുകയും ചെയ്തു. നമ്മൾ ഈ അവസാനം ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കി എല്ലാം കിട്ടുമോ നോക്കിയിരിക്കുക.
ഞാൻ പിന്നെ കടയിൽ നിന്ന് വല്ലതും മേടിച്ച് കിട്ടി എന്നുള്ള രീതിയിൽ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് മോശമല്ലേ. അതിൻ്റെ പേര് ഞാനിങ്ങനെ വീണ്ടും ഇട്ടുകൊണ്ടേയിരുന്നു. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇടുക വലിക്കുക ഇത് തന്നെയായിരുന്നു പരിപാടി. ഒരു തേങ്ങയും കിട്ടണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ അവസാനം അവിടെയൊക്കെ മീനൊക്കെ ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് നോക്കുമായിരുന്നു. ഒന്നും കിട്ടിയില്ല. പിന്നെ ആ വിഷമത്തിൽ പോരുന്ന വഴി ചെറിയൊരു മീനൊക്കെ മേടിച്ച് ഇന്നിപ്പോൾ ഇവിടെ മീൻ കറിയാണ്. അങ്ങനെ ഒരു സന്തോഷം, ചെറിയൊരു സന്തോഷം.